ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് HSA മോക്ക് ടെസ്റ്റ് നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസും ഒന്ന് തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിൽ കാണുക. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ. 20 ചോദ്യങ്ങൾ പാർട്ട് എ ആൻഡ് ബാക്കി 30 ചോദ്യങ്ങൾ പാർട്ട് ബി ഇംഗ്ലീഷ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ഷൻസ് ഓഫ് INC ബാൽ ഗംഗാധർ തിലക് ഹാഡ് എക്സ്പ്രസ്ഡ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്? ബനാറസ് സെഷൻ 1905, കൊൽക്കത്ത സെഷൻ 1906, സൂരത് സെഷൻ 1907, ലക്നൗ സെഷൻ 1916. ഓക്കെ, ഇവിടെ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ഓക്കെ, തിലകൻ എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്തു, യോജിച്ച ഒരു സെക്ഷൻ ആയിരുന്നു. ക്ലൂ ആയിട്ട് വരുന്ന ആൻസറിന്റെ ക്ലൂ ആയിട്ട് വരുന്ന കിട്ടിയായിരുന്നു അല്ലെ. 1916 ലക്നൗ സെഷനാണ്. നമുക്ക് ഒന്ന് രണ്ട് ഫാക്ട്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഹോം റൂൾ ലീഗ് അതും 1916 അത് ലോഞ്ച് ചെയ്തത് തിലക് ആൻഡ് ആനി ബെസന്റ് ആണ്, ഓർത്ത് വെക്കുക. അതുപോലെ ലക്നൗ പാക്ട് സൈൻ ചെയ്തത് 1916 തന്നെയാണ്, തിലക് ആൻഡ് മുഹമ്മദ് അലി ജിന്നയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഈ സെക്ഷൻ ഡിസൈഡ് ചെയ്തത് AC മജുംദാർ ആണെന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ജ്യോതിറാവ് ഫുലെ സ്റ്റാർട്ടഡ് സത്യശോധക് സമാജ്? ദാറ്റ് വാസ് ഇൻ ദ ഇയർ 1873. ഓർത്തു വെക്കാം. നമുക്ക് കുറച്ച് സമാജങ്ങളും അവരുടെ ഫൗണ്ടേഴ്സും കൂടെ നമുക്കൊന്ന് ഓർത്തു വെക്കാം, വർഷവും. പ്രാർത്ഥന സമാജ് ഇൻ ദ ഇയർ 1867. ദാറ്റ് ഈസ് ഇറ്റ് വാസ് ഇൻ മുംബൈ ബൈ ആത്മാറാം പാണ്ഡുരംഗ്. അപ്പോൾ ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സമാജ്, ആത്മാറാം പാണ്ഡുരംഗ് ഇൻ ദ ഇയർ 1867. ബ്രഹ്മ സമാജ്, ബ്രഹ്മരാമ, ഓർത്തു വെക്കുക. ഇൻ 1828 കൊൽക്കത്ത, ബ്രഹ്മ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ രാംമോഹൻ റോയ്. ദെൻ ആര്യ സമാജ്, ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1875. ആര്യ ദയുള്ളതാണ്, ഓർത്തു വെക്കുക, ദയാനന്ദ സരസ്വതി. ആൻഡ് രാമകൃഷ്ണ മിഷൻ, ഇറ്റ് വാസ് 1897, സ്വാമി വിവേകാനന്ദ. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ പേഴ്സണാലിറ്റി. ദ റൈറ്റർ ഓഫ് കാശി മഹാത്മ്യം, ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മലയാളം ഒറേറ്ററി, ഫൗണ്ടർ ഓഫ് ദ എഡിറ്റർ, the founder editor of the journal Yuktivadi, and he is the founder of Vidya Bhoshni Sabha, that is none other than Sahodaran Ayyappan. Okay, which of the following statement is not true about C. Rajagopalachari? 4 facts കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു, ഇന്ത്യൻ ഗവർണർ ജനറൽ ആണ് തീർച്ചയായിട്ടും. അതെ. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സ്വതന്ത്ര പാർട്ടി, യെസ്. ഹി വാസ് ദ സീനിയർ ലീഡർ ഓഫ് കോൺഗ്രസ്, യെസ്. ആൻഡ് ഇവിടെ നോട്ട് ട്രൂ ദാറ്റ് ഹി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് പത്മശ്രീ അവാർഡ്, അല്ല, അദ്ദേഹം ഭാരതരത്നയുടെ റെസിപ്പിയന്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ അല്ല എന്ന് പറയുന്നത് ഓൺലി 4 ആണ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. കുറച്ച് ഫാക്ട്സ് നോക്കാം. ഹി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ഭാരതരത്ന അലോങ് വിത്ത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആൻഡ് CV രാമൻ ഇൻ ദ ഇയർ 1954. Then he was known for the formation of the proposal to solve the political deadlock between all Indian Muslim League and INC in the year 1944, which is popularly known as Rajagopalachari formula. Okay, clear. Next question. Which of the following is not a contribution of Lord Curzon? Police reforms, Bengal partition in the year 1905, October 16, ആർമി ആൻഡ് ജുഡീഷ്യൽ റിഫോംസ്. ഇത് 3 അദ്ദേഹത്തിൻ്റെയാണ്. ഇവിടെ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബോളിഷൻ ഓഫ് സതി. ലെറ്റ് us see. സതി അബോളിഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ലോർഡ് വില്യം ബെൻഡിക്റ്റ്. ലോർഡ് കേഴ്സണിനെ കുറിച്ചുള്ള ഫാക്ട്സ് കൂടുതലായിട്ട് എന്നറിയാം. ഹി ഈസ് നോൺ ആസ് ദ ഔറംഗസേബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 വാസ് പാസ്ഡ് ബൈ കേഴ്സൺ. അതുപോലെ Ancient Monument Preservation Act also passed by Curzon in the year 1904. Okay, അപ്പോൾ അത്രയും ഫാക്ട്സ് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who wrote the biography of Karl Marx in Malayalam for the first time? That is Swadeshavamani K. Ramakrishna Pilla. Okay.
The Bible of Kerala journalism or the first book on journalism in Malayalam language ഏതാണ്? കെ സ്വദേശി ശിവമേനി രാമകൃഷ്ണ പിള്ളയുടെ ആണ്. ദാറ്റ് ഈസ് വൃത്താന്ത പത്ര പ്രവർത്തനം. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്, സ്വദേശി ശിവമേനി കേസരി അവാർഡ്. എങ്കിൽ 2023 ലഭിച്ചത് SR ശക്തിധരനാണ്. SR ശക്തിധരൻ, ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു റോട്ട് ദ ബുക്ക് India for Indian? Okay, he is the political guru of Subhash Chandra Bose. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി CR ദാസ് ആണ് അല്ലേ. He is the political guru of Subhash Chandra Bose. CR Das, also known as Deshabandhu. He was also the founder and served as the leader of Swaraj Party. ഒരു ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യാനായിട്ട് ഞാൻ തരാം. ദാറ്റ് ഈസ് ദേശബന്ധു CR ദാസ് ആണെങ്കിൽ ദീനബന്ധു ആരാണ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ്. Travancore, Kochi and Malabar region had a number of shalas and ancient seat of learning. Which of the following were not located within the present Kerala state? ഏതോ ഒന്ന് കേരളത്തിലല്ല. കാന്തല്ലൂർ ശാല, സുഖപുരം ശാല, പാർത്ഥിവപുരം ശാല, ശ്രീ വല്ലഭ പെരുംശാല. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് തമിഴ്നാട്ടിലായിരുന്നു, പാർത്ഥിവപുരം. ബാക്കി 3 ശാലാസും കേരളത്തിലാണ്. അത് എവിടെയായിരുന്നു എന്നും കൂടെ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ദാറ്റ് ഈസ് കാന്തല്ലൂർ ശാല തിരുവനന്തപുരം, സുഖപുരം ആണെങ്കിൽ എടപ്പാളാണ്, ശ്രീ വല്ലഭപുരം പത്തനംതിട്ട. ഓക്കെ, പാർത്ഥിവപുരം തമിഴ്നാട്ടിലാണ്. ഓക്കെ, ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വാസ് റിമൂവ്ഡ് ഫ്രം ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ടു ദ ലിസ്റ്റ്? ഫണ്ടമെന്റൽ ലിസ്റ്റിൽ നിന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി മാറ്റിയത് ആർട്ടിക്കിൾ 44 ആണ്. അത് എങ്ങോട്ട് മാറ്റിയതെന്ന് കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അത് ആർട്ടിക്കിൾ 300A അല്ലേ. ഓക്കെ, ഇത് ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്ന് ലീഗൽ റൈറ്റ്, സിമ്പിൾ ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റി. അത് ആരുടെ ഭരണകാലമായിരുന്നു എന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഇറ്റ് വാസ് പാസ്ഡ് ഇൻ 1978 ബൈ മൊറാർജി ദേശായി ഗവൺമെന്റ്. ഓക്കെ, ക്ലിയർ? ശരി. 10ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള? ഓക്കെ, ഒരു മിനിസ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്, അതും ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അത് സി അച്യുത മേനോനാണ്. ബാക്കിയുള്ള കുറച്ച് മിനിസ്റ്റേഴ്സും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. AK ഗോപാലൻ ഇൻഡസ്ട്രീസ് ആണ്. TV തോമസ് TV ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടിൽ TV ഉണ്ടായിരുന്നു എന്ന് ഓർച്ചാൽ മതി. ബസ്സിൽ TV ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ട്, ലേബർ, എംപ്ലോയ്മെന്റ് എല്ലാം TV തോമസ് ആണ്. KC അല്ലെ, KFC ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡാണ്, അപ്പോൾ ഓർക്കുക ഫുഡ് ആൻഡ് ഫോറസ്റ്റ്, KC ജോർജ്. അയ്യർ ഇറിഗേഷൻ, പ്രിസൺ, ലോ, ഇലക്ട്രിസിറ്റി, അയ്യർ VK കൃഷ്ണ അയ്യർ. മേനോൻ ഹെൽത്ത് നോക്കുന്ന ആളാണ്, AR മേനോൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. PK ചാത്തൻ മാസ്റ്റർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്, PK ചാത്തൻ മാസ്റ്റർ. TA മജീദ് ഓർക്കുക പബ്ലിക് വർക്ക്സ്. ജോസഫ് മുണ്ടശ്ശേരി നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയാണ്. KR ഗൗരിയമ്മ നമുക്കതും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ്, റവന്യൂ ആൻഡ് എക്സൈസ്. ഓക്കെ, ശരി. നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മേജർ ഷിഫ്റ്റ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ടീച്ചർ സെൻട്രിക് ടു ലേണർ സെൻട്രിക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പാസീവ് ടു ആക്റ്റീവ് റിസപ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നോട്ട് എ മേജർ ഷിഫ്റ്റ്, അത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ലേണർ ഓട്ടോണമി ടു ടീച്ചർ ഡയറക്ഷൻ, അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നിട്ടില്ലായിരുന്നു അല്ലേ. ബാക്കി 3 ഓപ്ഷൻസും ആ ഒരു കാലഘട്ടത്തിൽ NCF കൊണ്ടുവന്നതായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ശരി. ദ ഏജ് ഓഫ് 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് ബിലോങ്സ് ടു വിച്ച് ഏജ് കോയിൻഡ് ബൈ ജീൻ പിയാഷെ? ഓക്കെ, 8th സ്റ്റാൻഡേർഡ് അവിടെ സെൻസറി അല്ല, പ്രീ ഓപ്പറേഷൻ അല്ല, കോൺക്രീറ്റ് ഓപ്പറേഷൻ അല്ല. സോ ദ ആൻസർ ഈസ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ആ സ്റ്റേജസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 ആണ്. പ്രീ ഓപ്പറേഷണൽ 2 to 6, കോൺക്രീറ്റ് ഓപ്പറേഷൻ 6 to 11 ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ 11 to അഡോളസൻസ്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, മൈക്രോ ടീച്ചിങ് ടെക്നിക് ഡെവലപ്ഡ് ബൈ, ദാറ്റ് ഈസ് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരി ഉത്തരം കിട്ടിയോ? ഡ്വൈറ്റ് അലൻ ആണ് ഇൻ 1963. ഓക്കെ, ചെറിയൊരു പോർഷൻ ഒരു ഗ്രൂപ്പിന് പഠിക്കാൻ കൊടുക്കുന്നതാണ് അല്ലെ, മൈക്രോ ടീച്ചിങ് ടെക്നിക്. അലൻ ആണ്, ഡ്വൈറ്റ് അലൻ ആണ്. ഓർക്കുക 1963, 64 എന്നൊക്കെ ടെക്സ്റ്റിലുണ്ട്, അതൊന്ന് കൺഫേം ചെയ്യാം.
വിച്ച് വൺ ഓഫ് ദി എക്സാമ്പിൾ ഈസ് എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? 4 ഓപ്ഷൻസ് ഉണ്ട്. പഠിക്കുന്നത് പുവർ ഗ്രേഡിനാണോ അതോ ഹയർ ഗ്രേഡിനാണോ തീർച്ചയായിട്ടും നമ്മൾ എക്സാമിന് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ പുവർ ഗ്രേഡ് അല്ല, അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് എന്നുള്ളത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ അറിയാം, ആസ്പിരിൻ കഴിക്കുന്ന ഹെഡേക്ക് മാറ്റാനാണ്. അതെ, പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനാണ്. യെസ്, ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ശരി, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ യൂസസ് ആക്ഷൻ റിസർച്ച് ഫോർ സെൽഫ് റിഫ്ലക്റ്റീവ് എൻക്വയറിക്കാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ മൻമോഹൻ സിംഗ്, ദ എക്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അദ്ദേഹം ഇപ്പോൾ ഇടയ്ക്ക് അല്ലേ ആണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. സോ എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി, നോ. ഏസ് അഗൻസ്റ്റ് ഓഡ്സ്, നോ. മൈ കൺട്രി മൈ ലൈഫ്, എൽ കെ അദ്വാനിയുടെ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചേഞ്ചിങ് ഇന്ത്യ. ഓക്കെ, ബാക്കി ആരാണ് എഴുതിയെന്ന് നോക്കാം. എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി, മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് അല്ലെ ഒളിമ്പിക് ഗോൾഡ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫി ബൈ അഭിനവ് ബിന്ദ്ര. ഏസ് അഗൻസ്റ്റ് ഓഡ്സ് ഈസ് സാനിയ മിർസ. മൈ കൺട്രി മൈ ലൈഫ്, എൽ കെ അദ്വാനി. ഓക്കെ. ഹു ഈസ് ദ ഓഥർ ഓഫ് ദി ഡ്രാമ? എന്താണ്? ഗോപുര നടയിൽ എന്ന് പറയുന്ന നാടകത്തിന്റെ കർത്താവ് MT വാസുദേവൻ നായരാണ്. ചോദ്യങ്ങൾ അത് പ്രതീക്ഷിക്കാം എന്നാണ് തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ജ്ഞാനപീഠ അവാർഡ് ഒരു 3 പോയിന്റ്സ് 1995, പത്മഭൂഷൺ 2005, JC ഡാനിയൽ 2013. ഓക്കെ, ശരി. ഫ്രം ദ ഗിവൺ പോർഷൻ ഓപ്ഷൻസ് വിച്ച് കൺട്രി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ G20? G20 20 രാജ്യങ്ങളുള്ളതാണ്. അപ്പോൾ ഇവിടെ ബ്രസീൽ, ഇന്തോനേഷ്യ, ഇന്ത്യ, മെക്സിക്കോ ഒക്കെ ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക 20 രാജ്യങ്ങളും. ഇവിടെ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട് ഇൻക്ലൂഡഡ് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്, ചിലപ്പോൾ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് എവിടെ വെച്ചായിരുന്നു അല്ലെ ഈ സബ്മിറ്റ്? 2024 റിയോ ഡി ജനീറോ. ഇനി നടക്കാൻ പോകുന്ന 2 കാര്യങ്ങളൊന്ന് നോക്കാം. 2025 അത് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ റിയോ ഡി ജനീറോയിലായിരുന്നു. 2024 G20. G7 ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയിലാണ്. എങ്കിലും ഒന്ന് ആൻസർ കമന്റ് ചെയ്യുക. G7 2025 എവിടെയാണ്? അതിൻ്റെ അത് ഏത് രാജ്യത്താണത് നടക്കാൻ പോകുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വിന്നേഴ്സ് അർജന്റീനയാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ പാർട്ട് ബിയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ലാസ്റ്റ് പാർട്ട് എയിലെ ചോദ്യം. എൻവയോൺമെന്റ് ഡേ നമുക്കറിയാം, വേൾഡ് എൻവയോൺമെന്റൽ ഡേ June 5 ആണ്. അന്നത്തെ തീം എന്തായിരുന്നു? ഈ 2024 തീമാണ് ആക്സിലറേറ്റിംഗ് ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് അല്ലെ? തടയിടുക, റെസിലിയൻസ് സ്റ്റോപ്പ് ചെയ്യുക, എന്ത്? ഡ്രോട്ടും ആൻഡ് ഡീഫോറസ്റ്റേഷനും. ഓക്കെ, സോറി. ഓക്കെ, ക്ലിയർ ആണ്. പാർട്ട് എ കഴിഞ്ഞു. നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. ക്ലിയർ. ബ്യൂട്ടി പ്രൊവോക്കത്ത് സൂണർ ദാൻ ഗോൾഡ്. ഈ ഒരു കോട്ട് ഏത് പ്ലേയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? That is as you like it. Okay, beauty provoketh sooner than gold, as you like it. Okay, നമുക്ക് കുറച്ച് കൊട്ടേഷൻസും as you like it എന്ന പ്ലേയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എടുക്കാം. ഒന്ന്, but oh now bitter a thing is to look into happiness through another man's eyes. I prayed you do not fall in love with me, for I am false than oats made in wine. Do you not know I am a woman? When I think I must speak. ഈ തന്ന 3 പോയിന്റ്സ് പ്ലസ് ക്വസ്റ്റ്യനിൽ വന്നതും ഒരു ഡയലോഗ്, ഒരു വ്യക്തി തന്നെയാണ് ഈ ഡയലോഗുകളെല്ലാം പറഞ്ഞത്. ആ ഒരു ആസ് യു ലൈക്ക് ഇറ്റ് എന്ന പ്ലേയിലെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാരാണെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. Study of phonetics can be divided into dash kinds. 4, 5, 3, 2. The right answer is 3. Okay, let us see അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Articulatory phonetics studies the articulation of sound. Acoustics phonetics studies the acoustic properties of sound. And auditive studies the formation of language, sound and
their meaning. Okay, clear. What does the phonetic symbol D represent? D represent. That is the voiced alveolar plosive one. Okay. Next question. A sound, a voiced sound which is produced without any obstruction in the air passage. That is, they are called as vowels. Okay. A voiced sound which is produced without any obstruction in the air passage. Vowels. The initial sound of the word partition is, that is bilabial. Okay. Next question. In English, k is a sound. 4 ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വീലർ. ഓർത്ത് വെക്കുക. ആന്റോണിം ഓഫ് ഇൻസ്ക്രൂട്ടബിൾ. 3 ഓപ്ഷൻസും സിനണിമാണ്. ഒന്ന് മാത്രമാണ് ആന്റണിം. ദാറ്റ് ഈസ് ഓബ്വിയസ്, ക്ലിയർ. മറ്റത് അവ്യക്തമായിട്ടുള്ള, മിസ്റ്റീരിയസ് ആയിട്ടുള്ള, എനിഗ്മാറ്റിക്, വേക്കന്റ് എന്നൊക്കെ പറയുന്നതാണ് ഇൻസ്ക്രൂട്ടബിൾ എന്ന വാക്കിന്റെ മീനിങ്സ്. ഇതിന്റെ സിനോണിമാണ് ഈ 3 ആന്റണിം ഓബ്വിയസ് ആണ്, ക്ലിയർ, വ്യക്തമായത്. ഓക്കെ. ദ നൗൺ ഫോം ഓഫ് ഏബിൾ. കുറച്ച് ഫങ്ഷണൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒരു 3 കൂടെ ഉണ്ട്. നമുക്കതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നൗൺ ഫോം ഓഫ് ഏബിൾ, ദാറ്റ് ഈസ് എബിലിറ്റി. ഏബിൾ, എബിലിറ്റി. I washed the car after I came home. What type of sentence is this? I washed the car after I came home. 2 പാർട്ട് ഉണ്ടല്ലേ. ഒന്ന് സബോർഡിനേറ്റും ഒന്ന് മെയിൻ ക്ലോസും. അങ്ങനെ വരുന്ന സെന്റൻസസ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? കോംപ്ലക്സ് സെന്റൻസസ് ആണ്. സിമ്പിൾ സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസ് മാത്രം. കോമ്പൗണ്ട് സെന്റൻസ് ആണെങ്കിലോ 2 അതിലധികമോ മെയിൻ ക്ലോസുകൾ ഉണ്ടാവും. ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ഉള്ളതാണ് കോംപ്ലക്സ് സെന്റൻസസ്. ഓക്കെ. ഡു നോട്ട് ട്രൈ ടു നോ അതർ സീക്രട്ട്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സീക്രട്ട് ആണ്. അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ നൗൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ട്രാജഡി റെപ്രസെന്റ് മെൻ ആസ് ദേ ആർ ബെറ്റർ ദാൻ ദ നോംസ്. നോർമൽ പീപ്പിളിനേക്കാളും ബെറ്റർ ആണ്. തീർച്ചയായിട്ടും അരിസ്റ്റോട്ടിൽ ട്രാജഡിയിലൂടെ ഹീറോയിനെ വ്യക്തമാക്കുന്നത് ബെറ്റർ ദാൻ ദ നോംസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who in 1895 famously translated Aristotle Poetics? 4 ഓപ്ഷൻസ് ഉണ്ട്. S.H. ബുച്ചർ ആണ് അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് 1895 ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Poetry, according to Sir Philip Sidney, is of 3 kinds. They are religious, philosophical, imaginative. According to Philip Sidney, poetry are of 3 kinds. They are religious, philosophical, imaginative. Okay. Next question. Which of the following is wrongly matched? Certain notes instruction. Ben Jonson അല്ല, അത് ഗാസ്കോജിൻ ആണ്. അത് തന്നെയാണ് റൈറ്റ് ആൻസർ. Okay, അപ്പോൾ certain notes of instruction is by Gascoigne. Then the Atomic Absurdities എന്ന പുസ്തകം തോമസ് നാഷിന്റെ ആണ്. The Art of Rhetoric, Sir Thomas Wilson. And A Defense of Rhyme, സാമുവൽ ഡാനിയൽ. ഓക്കെ, അതും ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ സാമുവൽ ഡാനിയലിന്റെ ഡിഫൻസ് ഓഫ് റൈം, തോമസ് വിൽസന്റെ ആണെങ്കിലോ ആർട്ട് ഓഫ് റെറ്ററിക്, തോമസ് നാഷിന്റെ ദ അറ്റോമിക് അബ്സേർഡിറ്റീസ്. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. And certain notes of instruction, that is Gascoigne. Okay. Which of the following is not a feature of neoclassicism? Order, proportion, standardization, imitation. Okay. Originality അല്ലായിരുന്നു നിയോക്ലാസിസത്തിന്റെ ഫീച്ചേഴ്സിൽ പെടുന്ന. സോ ingenuity is the odd one out. Who coined the phrase egotistical sublime? Egotistical sublime. Wordsworth, P.B. Shelley, S.T. Coleridge. The right answer is John Keats. Egotistical sublime എന്ന phrase മുന്നോട്ട് വെച്ചത്, it was put forward or coined by John Keats. Okay. Identify the book by Bloomfield that revolutionized the modern language study. The answer is Language. Aspect of the theory of syntax and the syntactical structure, Noam Chomskyയുടെ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. The epigraph of Wasteland is borrowed from the epigraph Virgil, Petronius. The answer is Petronius. Okay. One more point let us remember with that. The Wasteland is I.A. Richard. അല്ലേ, നമ്മളെ ഒരു ക്രിട്ടിക്കാണ് I.A. Richard called the Wasteland
എ മ്യൂസിക് ഓഫ് ഐഡിയാസ്. ഓക്കെ, അത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്, ഒന്ന് ഓർത്ത് വെക്കുക. 40. ഗ്രഹാം ഗ്രീൻ നോവൽ ആർ മാർക്ഡ് ബൈ. എന്ത് ഇസമാണ് ഗ്രഹാം ഗ്രീൻ്റെ നോവലിൽ റിഫ്ലക്ട് ചെയ്യുന്നത്? ദ ആൻസർ ഈസ് കാത്തോലിസിസം. ഓക്കെ. Which of the following novel has the subtitle A Novel Without a Hero? Answer: Vanity Fair has the subtitle A Novel Without a Hero. Okay. Then Thomas Traherne, George Herbert, Richard Crashaw, and Henry Wagner. Okay, Wagner belongs to the group of writers called metaphysical poets. Okay. അപ്പോൾ തോമസ് ട്രഹേൺ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രഷെ ആൻഡ് ഹെൻറി വാഗൻ belonged to the group of metaphysical poets. Next, which of the following plays of Shakespeare according to T.S. Eliot is artistic failure? 4 ഓപ്ഷൻസ് ഉണ്ട്. T.S. Eliotന്റെ അഭിപ്രായത്തിൽ ഒരു ഫ്ലോപ്പ്, അട്ടർ ഫ്ലോപ്പ് ഹാംലെറ്റ് ആയിരുന്നു. ഓക്കെ, ഷേക്സ്പിയറിന്റെ കൃതികളിൽ. Shelley was a firm believer in all of the following aspects. He was a firm believer in the power of love, personal freedom, individual responsibility. He didn't believe a human contact based on convictions. Okay, clear. Which of the following is not related to reciprocal learning? Reciprocal learning questioning, clarifying, summarizing ഒക്കെ വരുന്നതാണ്. അതിൽ ഡയലോഗ് ഒക്കെ വരും. എന്തല്ല ഇതിൽ വരാത്തത്, ഇതിൽ പെടാത്തത് റൈറ്റിംഗ് ആണ്. ഓക്കെ, പ്രിഡിക്റ്റിംഗ് ഉണ്ട്, സമ്മറൈസിങ് ഉണ്ട്, ക്ലാരിഫയിങ് ഉണ്ട്, ക്വസ്റ്റ്യനിങ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് റെസിപ്രോക്കൽ ലേണിംഗിൽ പെടുന്ന ഭാഗങ്ങൾ. പെടാത്തത് ഏതെന്നാണ് ചോദ്യമായിരുന്നു. റൈറ്റിംഗ് ആണ്. ഓക്കെ. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. ദ ആൻസർ ഈസ് റാൽഫ് ടൈലർ. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ, റാൽഫ് ടൈലർ. Next question. The new instructional objectives introduced by revised Bloom's taxonomy. Okay, Bloom's taxonomy റിവൈസ് ചെയ്തപ്പോൾ ഏറ്റവും ടോപ്പിൽ വന്നത് ക്രിയേറ്റിംഗ് ആണ് അല്ലേ? അവിടെ ഒരു നൗൺ ഫോമിൽ നിന്നും നമ്മൾ വെർബിലേക്ക് മാറുന്ന കുറച്ച് വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു ചാർട്ട് ഒന്ന് നോക്കിയാലോ. ഈ 1956 റിവൈസ് ചെയ്തത് 2001-ലാണ്. ഏറ്റവും മുകളിൽ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ ഇവാലുവേഷൻ ആയിരുന്നു. അതെന്തായിട്ട് മാറി? ക്രിയേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, സിന്തസിസ് ഇവാലുവേഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇവിടെ നോക്കി, ഇതൊക്കെ നൗൺ ഫോമിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ആയാലും അനാലിസിസ്, കോംപ്രിഹെൻഷൻ, അത് അതിൻ്റെ വെർബ് ഫോമിലേക്ക് മാറി. ആപ്ലിക്കേഷൻ അപ്ലൈ, കോംപ്രിഹെൻഷൻ അണ്ടർസ്റ്റാൻഡ്, നോളേജ് റിമെമ്പർ. ഓക്കെ, ഈ ഒരു ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The word grading is derived from gradus. It is belong to, ഇത് ഏത് ലാംഗ്വേജിൽ നിന്നാണ്? ഗ്രീക്ക് ആണോ, ലാറ്റിൻ ആണോ, റോമൻ ആണോ? എന്തായാലും റോമനും ജർമ്മനും അല്ല, ഗ്രീക്ക് ഓർ ലാറ്റിൻ. അപ്പോൾ ഗ്രേഡസ്, ദാറ്റ് ഈസ് ലാറ്റിൻ. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലേണിംഗ് മെറ്റീരിയൽ ഈസ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ടെക്നോളജി? നമുക്കിത് നോക്കുമ്പോൾ പറയാം, ടെക്സ്റ്റ്, ചാർട്ട്, ഗ്ലോബ് ഒക്കെ IT-യുടെ ഇതിൽ വരുന്നതല്ല. വൈറ്റ് ബോർഡ് തീർച്ചയായിട്ടും വരുന്നതാണ് അല്ലേ? വൈറ്റ് ബോർഡ്, അതുപോലെ ബുക്ക് ഒക്കെ അതിൽ വരുന്നതാണ്. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യം. ദ റിസർച്ച് മെത്തേഡ് യൂസ്ഡ് ഫോർ സോൾവിങ് എ റിയൽ പ്രോബ്ലം ഇൻ വൺസ് ഓൺ വർക്കിംഗ് ഫീൽഡ് ഈസ് കോൾഡ്, അതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. 50ഓളം ചോദ്യങ്ങൾ. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. അത്